ഇന്ന് നൈനുക്കുട്ടിക്കും നൈഹുക്കുട്ടിക്കും എക്സാമാണ് കേട്ടോ. നൈനുനാണെങ്കിൽ 2 ദിവസം സ്കൂളുണ്ടായിരുന്നില്ല. ഇന്നാണെങ്കിൽ നേരത്തെ പോകണം കേട്ടോ. അതുകൊണ്ട് ഇന്ന് ഞാൻ നേരത്തെ എഴുന്നേറ്റ് ചപ്പാത്തിയും നമ്മൾ കുറുമക്കറി ഉണ്ടാക്കുകയാണ് കേട്ടോ. ഞാനൊന്ന് ബാൽക്കണിയിൽ വന്ന് നോക്കിയപ്പോൾ ഭയങ്കര മഞ്ഞ് കേട്ടോ. ഒരാഴ്ചയായിട്ട് ഇവിടെ ഭയങ്കര ചൂടൊക്കെയാണ്. അങ്ങനെ തണുപ്പൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇന്ന് നോക്കുമ്പോൾ ഭയങ്കര മഞ്ഞ്. ഇത് എന്താ വെച്ചത്? പക്ഷേ തണുപ്പൊന്നുമില്ല. പുറത്ത് മഞ്ഞാണെങ്കിൽ ഉള്ളിൽ ഭയങ്കര ചൂടാണ് കേട്ടോ. എനിക്ക് ചുട്ടിട്ടിരിക്കാൻ പറ്റില്ല. ഇപ്പോൾ തോന്നുകയാണ് ഈശ്വര കുറച്ച് തണുപ്പ് വന്നിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് കേട്ടോ. തണുപ്പുള്ളപ്പോൾ തോന്നും ചൂട് കുറച്ച് വന്നിരുന്നെങ്കിൽ അതായിരുന്നു ബെറ്റർ എന്ന്. അങ്ങനെ പിള്ളേരൊക്കെ സ്കൂളിലൊക്കെ പറഞ്ഞു വിട്ടു കേട്ടോ. നൈഹുവിനെ സ്കൂളിലേക്ക് കൊണ്ടാക്കി തിരിച്ചു വരുന്ന വഴിക്ക് അവിടെ ഒരു പാർക്ക് ഉണ്ട് കേട്ടോ. ആ പാർക്കിൽ കണ്ടാണ്. ഇതിൻ്റെ പേരെന്താണെന്നറിയോ? ഞാൻ ഗൂഗിളിൽ നോക്കിയപ്പോൾ വുഡ് ആപ്പിൾ എന്നാണ് കണ്ടത്. ഇത് വെച്ചിട്ട് ഒരാളെ തല വീണ് കഴിഞ്ഞാൽ അവർ ചത്തുപോകും. അത്രയും വെയിറ്റ് ഉണ്ട് കേട്ടോ. വെയിറ്റും നല്ല ഇതുണ്ട്, എന്താ പറയുക, തേങ്ങയൊക്കെ ഇരിക്കില്ല അതുപോലെ ഇരിക്കുക. പക്ഷേ ഇത് കഴിക്കാൻ പറ്റുമോ അത്രേ? കഴിച്ചിട്ട് ഇതും കൊണ്ട് ഹിന്ദിക്കാരൊക്കെ എന്തൊക്കെ ഉണ്ടാക്കും തോന്നുന്നത്. ഇതാണ് അതിൻ്റെ ഉൾഭാഗം കേട്ടോ. പക്ഷെ നമ്മൾ വെറുതെ അവിടെ പോയി നോക്കി. മരത്തിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. നമ്മളിങ്ങനെ മാങ്ങ കുളച്ച് കിടക്കണ പോലെ. ഇത് നോക്കി, ഇതെന്താണെന്നറിയോ? ഇതെന്താ അറിയില്ല. ഇത് തിന്നാൻ പറ്റുന്ന ഒരു സംഭവമല്ല കേട്ടോ. പക്ഷെ കണ്ടു കഴിഞ്ഞാൽ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. തിന്ന് കഴിഞ്ഞാൽ തത്തുപോകുന്ന തോന്നണം എനിക്ക്. അങ്ങനെ തെണ്ടി തിരിഞ്ഞ് വീടെത്താൻ കുറച്ച് ലേറ്റായിട്ടോ. വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് പിന്നെ കുറച്ച് നേരം ഫോണൊക്കെ ഇങ്ങനെ ഞോണ്ടിയിരുന്ന് ടൈം പോയതറിഞ്ഞില്ല. പിന്നെയാണ് ബോധം വരിക, ഉച്ചയ്ക്ക് എന്തെങ്കിലും കഴിക്കാൻ ഉണ്ടാക്കണമല്ലോ എന്ന്. പിന്നെ പെട്ടെന്ന് ചടപടാന്ന് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുകയായിരിക്കും കേട്ടോ. ഇന്ന് ഞാൻ വെച്ചത് പൊട്ടറ്റോയും മേത്തിയും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ടൊരു തോരനാട്ടോ. ഇത് ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കണം, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പിന്നെ ഉണക്കമീൻ ഉണ്ടായിരുന്നു, അത് ചാറ് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. തേങ്ങ വറുത്തരച്ചിട്ടല്ല, തേങ്ങ അരച്ചിട്ട് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് നൈഹുവിനെ വിളിക്കാൻ പോയി. നൈഹുവിൻ്റെ സ്കൂളിൻ്റെ അടുത്താണ് നൈനുവിൻ്റെ സ്കൂൾ കേട്ടോ. രണ്ടുപേരും ഒരു സമയത്താണ് വിടാം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ബസ് കയറി ഒന്നും വരണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ നൈനുവിനെയും വിളിച്ചിട്ട് വന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ചോറുണ്ട് കഴിഞ്ഞ് ഞാൻ ഇന്നലത്തെ എൻ്റെ ബർത്ത്ഡേ കേക്കിൻ്റെ കുറച്ച് തിന്നു. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, അടിപൊളിയാണ്. പിന്നെ നമുക്കൊരു ഡ്രസ്സ് കിട്ടിക്കഴിഞ്ഞാൽ വീഡിയോ എടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. ഇത് എനിക്ക് യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടിയപ്പോൾ മേടിച്ച ഡ്രസ്സാണ് കേട്ടോ. പക്ഷേ ഇന്നാണ് എനിക്ക് കിട്ടിയത്. 1 മാസമായി തോന്നുന്നു. ഇത് നല്ല രസമുണ്ട് ഇടാൻ വേണ്ടിയിട്ടും. അതൊക്കെ ഇട്ടിട്ട് വെറുതെ ഒരു ഫോട്ടോസും വീഡിയോസൊക്കെ അങ്ങനെ എടുത്തു. പിന്നെ നമ്മൾ അവിടെ ബാൽക്കണിയിൽ പോയി ചെടികൾക്കൊക്കെ വെള്ളമൊക്കെ ഒഴിച്ച് ഇങ്ങനെ നോക്കിയിരുന്നു. അവിടെ കുറച്ച് നേരം ഇരിക്കുമ്പോൾ തന്നെ ഒരു സമാധാനമാണ് കേട്ടോ. പിന്നെ ഞാൻ കുറേ നാളായി വിചാരിക്കണു ഈ അടുക്കളയിലത്തെ വേസ്റ്റ് കൊണ്ട് കമ്പോസ്റ്റ് ഉണ്ടാക്കാമെന്ന്. ഇപ്പോഴാണ് ഉണ്ടാക്കാനുള്ള ഒരു ബുദ്ധിയൊക്കെ ബോധം എനിക്ക് ഉണ്ടായത് കേട്ടോ. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയിട്ട് ഡെയിലി ഇങ്ങനെ കിട്ടണ വേസ്റ്റൊക്കെ അതിൽ കൊണ്ടിടാറുണ്ട്. എങ്ങനെയാവുമെന്ന് എനിക്കറിയില്ല. ഞാൻ റെഡി ആയിക്കഴിഞ്ഞാൽ നിങ്ങളെ കാണിക്കാം കേട്ടോ. അപ്പോൾ ശരി, ടാറ്റാ ബൈ.